ആ വരണം വരണം. ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. കാറ്റുകൊള്ളുകയാണല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. ഒന്നോർത്താൽ നിങ്ങൾക്കൊക്കെ ജീവിതമുള്ളൂ. ഈ ഭൂമുഖത്ത് ജീവിതമില്ലാത്തത് എഴുത്തുകാരന് മാത്രമാണ്. അതെന്താ അങ്ങനെ? എഴുത്തുകാരൻ ജീവിതം എഴുതി തള്ളുകയല്ലേ, ജീവിക്കുന്നില്ലല്ലോ. ഇന്നുവരെ ഞാൻ മറ്റുള്ളവരുടെ ജീവിതം പാത്തും പതുങ്ങിയും കണ്ട് കുറെ കഥകൾ എഴുതി. പക്ഷെ ഞാൻ ഇന്നുവരെ നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല. മിസ്റ്റർ രവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എഴുത്തുകാരൻ കുടിക്കുന്നു, വടിപിഴച്ച് നടക്കുന്നു, അരുതാത്തതെല്ലാം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടാണ് അവന് നല്ല കഥകൾ എഴുതാൻ കഴിയുന്നത്. എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, കാരണം ഞാൻ കുടിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, നിങ്ങളെപ്പോലെ പലർക്കും. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആത്മാഹുതി ചെയ്യുകയാണ്. എന്താ, ശരിയല്ലേ? നിങ്ങളുടെ ഈ ബന്ധം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും. എനിക്ക് ഈ ജീവിതം, ഈ ജന്മം സാധ്യമല്ല. പക്ഷേ ഈ ജീവിതം എഴുതാനാവും. പുതിയ നോവലൊന്നും എഴുതുന്നില്ലേ? ഒരെണ്ണം എഴുതേണ്ടിയിരിക്കുന്നു. ഒരു വാരികയിൽ നിന്നും കുറച്ച് അഡ്വാൻസ് വാങ്ങിപ്പോയി. കഥയൊക്കെ തീരുമാനിച്ചു? കഥ നിങ്ങളെ പറ്റിയാണ്. നിങ്ങളാണ് എന്റെ നായിക. എന്താ പേര്? നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടിയാണ് എന്റെ കഥയിലെ നായിക. ആ, ഞാൻ നിങ്ങളുടെ രസം കളയുന്നില്ല. കുടിച്ചിട്ടുണ്ടല്ലേ? കൊള്ളാം. അല്ലെങ്കിൽ ഒരു തവണ കണ്ട പരിചയത്തിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിക്കും. പക്ഷെ നന്ദിനിക്കുട്ടിക്ക് ഇനി എഴുത്തുകാരോടാണല്ലോ ബഹുമാനം. ഇരിക്കൂ ചേച്ചി. വേണ്ട കുട്ടി, കയറിയിരിക്കാൻ നേരമില്ല. ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? വീട്ടിലേക്ക്. വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒഴിയും. എന്താ ചേച്ചി കാരണം? ഒരു സ്ത്രീക്ക് എത്രയെന്ന് കരുതി സഹിക്കാനാവും? അദ്ദേഹത്തിന് ഒരു ഭാര്യയുടെ ആവശ്യമേ ഇല്ല. ഞാനൊന്ന് കരഞ്ഞാൽ അതും മതി അദ്ദേഹത്തിനൊരു കഥയ്ക്ക്. ഇതിന്റെ മൂത്ത കുട്ടി മരിച്ചത് തന്നെ സമയത്ത് ശുശ്രൂഷ കിട്ടാഞ്ഞിട്ടാണ്. ഇപ്പൊ ഏതു നേരവും കുടിയ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഭാര്യയായി ജീവിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അദ്ദേഹം വരുന്നതിന് മുമ്പ് എനിക്ക് യാത്ര തിരിക്കണം. ഞാൻ പോട്ടെ. നമ്മൾ തമ്മിൽ 25 രൂപയുടെ ഒരു കടമുണ്ട്. എന്നാലും ആ ചേച്ചി പിണങ്ങിപ്പോയത് വലിയ കഷ്ടായിപ്പോയി അല്ലേട്ടാ? നന്ദിനിക്കുട്ടി എന്തിനാ ഇതൊക്കെ ഓർത്ത് കിടക്കുന്നു? അവര് ബന്ധം ഒഴിയാൻ നമുക്കെന്താ? ആ സ്ത്രീ പോയ സ്ഥിതിക്ക് നന്ദിനിക്കുട്ടി അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതാ നല്ലത്. അതും ഇതും ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്.
ആ, നന്ദിനിക്കുട്ടി ഇരിക്കൂ. എന്തിനാ സാർ എന്നും ഇങ്ങനെ കുടിക്കുന്നത്? നന്ദിനിക്കുട്ടി എന്തിനാ എന്നും പൊട്ട് തൊടുന്നത്? ആ? ഇന്ന് ഞാൻ കുടിക്കുന്നത് നന്ദിനിക്കുട്ടിയുടെ കഥ എഴുതാൻ വേണ്ടിയാണ്. കുടിച്ചു കുടിച്ച് ഞാൻ ഒരുപാട് കഥകൾ എഴുതി, ഒരുപാട് ജീവിതങ്ങൾ പകർത്തി വെച്ചു. പക്ഷേ എനിക്ക് മാത്രം ജീവിതമില്ല. രാജഗോപാൽ എന്ന രജനിയുടെ ജീവിതം ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നലെ മുഴുവൻ നന്ദിനിക്കുട്ടിയെ പറ്റി എഴുതാൻ ഞാൻ കാത്തിരുന്നു. പക്ഷെ നടന്നില്ല. കാരണം നന്ദിനിക്കുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അറിയോ നന്ദിനിക്കുട്ടി? പറയൂ നന്ദിനിക്കുട്ടി, അറിയാത്ത നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ എന്തെഴുതും? ഉം? വരൂ നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി ഓടിയോ? എന്തിനാ ഓടിയത്? ഓടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ല. വയറ് വല്ലാതെ വിശന്നു. ഉള്ള മുട്ട വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കി. നന്ദിനിക്കുട്ടിയും ഉണ്ട്. രജനി നന്ദിനിക്കുട്ടിയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിനിക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഞാനൊരു കഥ എഴുതി. നന്ദിനിക്കുട്ടിക്ക് എഴുത്തുകാരോടല്ലേ താല്പര്യം? അതുകൊണ്ട് ഒരു എഴുത്തുകാരനായ ഒക്കുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് കഥയിലും സ്വല്പം ബിസിനസ് തിരികെ. കഥ ഒരു ബലാത്സംഗത്തിൻ്റെതാ. 2 മണിക്കൂർ ഓഫീസിൽ കുത്തിയിരുന്ന് എഴുതിയത്. ഞാൻ വായിച്ചു തരും. വേണ്ട, പിന്നെ മതി. ശരി, നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം. ഈ പുസ്തകങ്ങളുടെ മണം എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഒന്നെടുത്ത് മാറ്റാമോ?
എന്താ അമ്മൻകുട്ടി? അമ്മൻകുട്ടി ചേട്ടൻ ഇനി കഥ എഴുതരുത്. രവിയേട്ടാ, രവിയേട്ടാ.